നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ. രാത്രി ഇന്ത്യൻ സമയം 12:30 ആ കളി. അപ്പോൾ അർജൻറ്റീനയുടെ നിരയിൽ ആരൊക്കെ ഉണ്ടാകും, ഇന്ന് ആരൊക്കെ പ്ലേയിങ് 11 ഉണ്ടാകും, ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ അർജൻറ്റീനയുടെ ട്രെയിനിങ് സെഷനിൽ നടന്ന സംഭവങ്ങളും അതനുസരിച്ച് എങ്ങനെയാണ് പ്ലേയിങ് 11 വരിക എന്നുമൊക്കെ TYC സ്പോർട്സ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇന്നലെ തണ്ടർ സ്റ്റോമും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വെതറൊന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സ്കലോനിയും സംഘവും മഴയത്ത് തന്നെയാണ് പിന്നെ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. ഏതായാലും 13 താരങ്ങൾക്ക് ട്രെയിനിങ് ബീപ്സ് കൊടുത്തു കോച്ച്, സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ. അതിലൊരു അൺയൂഷ്വൽ ആസ്പെക്റ്റ് നടന്നത് ഗോൺസാലോ മുണ്ടീലിനാണ്. മോളിനക്ക് പകരം ഗോൺസാലോ മുണ്ടീലിനാണ് ട്രെയിനിങ് ബീപ്പ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വെസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ മത്സരം സ്റ്റാർട്ട് ചെയ്ത 10 താരങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ ട്രെയിനിങ് വെസ്റ്റ്. പ്ലസ് ജിയോവാനി ലോ ചെൽസോക്കും റോദ്രിഗോ ഡിബോളിനും കൊടുക്കുകയുണ്ടായി. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയ ഒരു ആശങ്കയുള്ളത് ലിയാൻഡ്രോ പെരേഡസിൻ്റെ കാര്യമാണ്. അദ്ദേഹം 100% ഫിറ്റ് അല്ല. അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ലോ ചെൽസോയെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഹുലിയാനോ സിമിയോണിയെ മാറ്റി വീണ്ടും റോദ്രിഗോ ഡിബോളിനെ ഇറക്കാനുള്ള സാധ്യത കാണുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ TYC സ്പോർട്സ് പുറത്തുവിടുന്നു. അങ്ങനെയെങ്കിൽ അർജൻറ്റീനയുടെ ഒരു പ്രോബിൾ ലൈനപ്പ് നോക്കാം. ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ്, മധ്യനിര ഡിഫൻസിൽ നാഹുൽ മൊളീന അല്ലെങ്കിൽ ഗോൺസാലോ മുണ്ടീൽ നല്ല സാധ്യത കാണുന്നുണ്ട് നിലത്ത് ട്രെയിനിങ്ങിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ. പിന്നെ ക്യൂട്ടി റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. മധ്യനിരയിൽ റോദ്രിഗോ ഡിബോൾ അല്ലെങ്കിൽ ഹുലിയാനോ സിമയോണി. ഒരു ഘട്ടത്തിൽ നിക്കോ ഗോൺസാലസ് വന്നേക്കുമെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതില്ല. ഡിബോളും അടങ്ങിയെത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള സൂചനയുണ്ട്. ദെൻ ലിയാൻഡ്രോ പെരേഡസ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ. ഇപ്പം പെരേഡസ് 100% ഫിറ്റ് അല്ലെങ്കിൽ ലോ ചെൽസോ വരാനുള്ള സാധ്യതയുമുണ്ട്. മുന്നേറ്റത്തിൽ ലയണൽ മെസ്സിയും ഹുലിയൻ അൽവാരസും തന്നെ, അതിൽ മാറ്റമുണ്ടാവില്ല. ഇതാണ് ഇപ്പോൾ അർജൻറ്റീന ഇറങ്ങാൻ പോകുന്ന 11. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നാലെ ഡിസ്കസ് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.